പ്രിയരെ, JK ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷീരമേഖലയിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരുന്നു. ഇത് ധാരാളം അറിവും ടെമ്പറമെൻറ്റും ആവശ്യമുള്ള ഒരു മേഖലയാണ്. ഇതറിയാതെ കടന്നു വരുന്നവരുടെയും എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ ധാരാളം പേര് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും, നമ്മുടെ തന്നെ ആൾക്കാർ വിദേശത്തു നിന്നും വിളിക്കാറുണ്ട്. ഞങ്ങൾ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു വീഡിയോ ഒരു പക്ഷേ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഫാമിങ്ങിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. 2001 വെറും 3 പശുക്കളെ വെച്ചാണ് ഞാൻ എൻ്റെ വീട്ടിൽ തുടങ്ങിയത്. അന്ന് കൈക്കറവയായിരുന്നു. അങ്ങനെ വളരെ ചെറിയ തോതിലാണ് തുടങ്ങിയത്. പിന്നീട് 2013 ഒരു സെമി ഓട്ടോമേറ്റഡ് പാർലർ ഉണ്ടാക്കി. ഇപ്പോഴാണ് 2017, 7 കൊല്ലം മുമ്പാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഫാമിലേക്ക് ഞാൻ മാറുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലുമുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് നന്നായി അറിയാം. ഒരു ഫാം തുടങ്ങുന്നതിന് മുൻപായി ഇത്തരമൊരു ആലോചന തന്നെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്കിതിനുള്ളൊരു ടെമ്പറമെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഏതൊരു ജോലിക്കും അതിനാവശ്യമായ ഒരു ടെമ്പറമെൻറ്റ് ഉണ്ടാകണം. ഉദാഹരണത്തിന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പോകുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഭയങ്കരമായ ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കരിയറിൽ അയാൾ ഒരുപാട് മുൻപോട്ട് പോകാൻ പോകുന്നില്ല. കാരണം അയാൾ അപകടങ്ങളിലേക്ക് ചെന്നുപെട്ടേക്കാം. ഒരു അധ്യാപകനാണെങ്കിൽ നല്ലതുപോലെ ക്ഷമ വേണം. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണെങ്കിൽ നല്ലതുപോലെ ക്ഷമ വേണം. ഇതുപോലെ ക്ഷീരമേഖലയിൽ ഇറങ്ങുമ്പോഴും നമുക്ക് നല്ലതുപോലെ ക്ഷമ വേണം. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ക്ഷമ കാണിക്കണം. തെറ്റുകൾ തിരുത്താനുള്ള ക്ഷമ കാണിക്കണം. തെറ്റുകൾ വരുത്താതെ നോക്കണം. എപ്പോഴും നമ്മളുടെ എല്ലാ ദിവസവും ഒരുപോലെ സുഗമമായിരിക്കില്ല. പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ വീണു പോകരുത്. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായ ടെമ്പറമെൻ്റ് ആവശ്യമാണ്. ആദ്യം ചെയ്യേണ്ടത് അത്തരമൊരു ടെമ്പറമെൻ്റ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനായി ചെയ്യേണ്ടത്, ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു നല്ല ഫാമിൽ, പൊതുവിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു പോകുന്ന ഒരു ഫാമിൽ ഒരു 10 ദിവസമെങ്കിലും, മിനിമം ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും പ്രവർത്തിക്കുക. ഫാമിലെ ദിനംപ്രതിയുള്ള ചലഞ്ചുകൾ എന്താണ്, എന്തൊക്കെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. എന്നെ വിളിക്കുന്നവരത്തെല്ലാം ഞാൻ പറയും, നിങ്ങൾ സമീപത്തുള്ള ഒരു നല്ല ഫാമിൽ പോയി കുറച്ച് ദിവസം വർക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ അല്ലാത്തതാണോ എന്ന് മനസ്സിലാകും. ഒരു ഫാർമർ, ഒരു കർഷകൻ, ക്ഷീരകർഷകൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പ്രശ്നം ഉള്ളൊരു ഒരു മേഖലയാണിതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ സഹിക്കാനുള്ള കഴിവ്, ടെമ്പറമെൻറ്റ് നിങ്ങൾക്കുണ്ടോ എന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ഇതാണ് പാഠം 1. ഇനി ഏതൊരു ബിസിനസ് തുടങ്ങുന്നിരിക്കട്ടെ, ഏതൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും ഈ സംരംഭത്തിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് പണമല്ല, അറിവാണ്. അറിവ് ആണ് ആദ്യമായി നമ്മുടെ പ്രസ്ഥാനത്തിൽ വരേണ്ടത്. ഈ അറിവ് കൃത്യമായി പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ നമ്മൾ വിനിയോഗിക്കപ്പെടുന്ന പണം നല്ല ക്ഷമതയുള്ളതാകും. അത് നമുക്ക് റിട്ടേൺസ് നൽകും. എന്നാൽ അറിവില്ലാത്ത ഏതൊരു ബിസിനസ്സിലും നമ്മൾ പണം മുടക്കിയാൽ പണം നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. പൈസയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് ഒന്നൊരു കാര്യമില്ല. ഇംഗ്ലീഷിൽ പറയും, മണി ഓൾവേസ് ചേസസ് റിട്ടേൺസ് എന്ന് പറയും. എപ്പോഴും പ്രതിഫലം കാക്ഷിക്കുന്ന ഒരു സംഭവമാണ് പൈസ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ പണം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
പണം കാര്യക്ഷമമായി സൂക്ഷിക്കാൻ പറ്റാത്ത ആളുടെ കയ്യിൽ പണം നിൽക്കാത്തതും. അപ്പോൾ നിങ്ങൾ ആദ്യം നോളജ് ആണ് കൊണ്ടുവരേണ്ടത്. നല്ല അറിവ് നിങ്ങളുടെ ഫാമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് മൂല്യം തിരികെ കിട്ടും. ഇത് നല്ലൊരു മേഖല തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അറിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധാപൂർവമുള്ളതാകണം. നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്, അനാവശ്യമായി മെക്കനൈസ് ചെയ്യരുത്. തീർച്ചയായിട്ടും കറവ എന്നത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറവ മെക്കനൈസ് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങളൊരു മിൽക്കിംഗ് പാർലർ സിസ്റ്റത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പശുക്കളെയൊക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം മിൽക്കിംഗ് പാർലർ, അല്ലെങ്കിൽ നല്ലതുപോലെ നല്ലൊരു ബക്കറ്റ് മെഷീൻ പാർലറാണ് നമുക്ക് നല്ലത്. ഇനി ഉള്ള കാലത്ത് ശുദ്ധമായ പാല് പ്രൊഡ്യൂസ് ചെയ്യുക, സൊമാറ്റിക് സെൽ കൗണ്ട്, ബാക്ടീരിയൽ ലോഡൊക്കെ കുറഞ്ഞ പാല്, ഇതൊക്കെ ഇനി സ്വാഭാവികമായിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ മിൽക്കിംഗ് പാർലറിൽ തന്നെ, അല്ലെങ്കിൽ ബക്കറ്റ് മിൽക്കിങ്ങിൽ തന്നെ ആദ്യമേ തന്നെ പോകണം. പിന്നെ എന്തൊക്കെ, നല്ലൊരു ഷെഡ് തീർച്ചയായിട്ടും വേണം. പശുക്കൾക്ക് വസിക്കാനുള്ള നല്ലൊരു ഷെഡ് നമുക്ക് വേണം. അതുതന്നെയും നമ്മൾ എത്രത്തോളം പശുക്കളെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്, ഒരു കാരണവശാലും തുടക്കത്തിൽ വലിയൊരു നമ്പറിലേക്ക് കടക്കരുത്. മിനിമം നമ്പർ മാത്രമേ തുടങ്ങാവൂ. അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് പറ്റുന്നതല്ല എന്ന് തോന്നുകയാണെങ്കിലും ഉപേക്ഷിക്കുമ്പോൾ നമ്മളുടെ നഷ്ടം കുറഞ്ഞിരിക്കും. എന്നാൽ 50 പശു 20 പശു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്ക് പോകും. വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവായ, മൂലധനം ധാരാളം ആവശ്യമുള്ളൊരു ബിസിനസ്സാണ്. ഒരു 10 പശുക്കളിൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 20 ലക്ഷം രൂപയില്ലാതെ 10 പശുവിൻ്റെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റില്ല, ഷെഡും പശുക്കളും മറ്റ് സാമഗ്രികളും ചേർത്ത്. പിന്നെ അടുത്തത്, ഫാം തുടങ്ങുന്നതിന് മുമ്പായി നമ്മൾ പലപ്പോഴും ഒരു ഷെഡ് കഴിയും ആദ്യമേ പശുക്കളെ കൊണ്ടുവരും. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം നമ്മൾ ഫോഡർ സുരക്ഷയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഫോഡർ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ, അതായത് പുല്ല് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സൈലേജ് ആണെങ്കിൽ ഏതാണ്ട് മിതമായ നിരക്കിൽ കിട്ടുമോ? ഈ ഫോഡർ സുരക്ഷ, സൈലേജ്, ഫോറേജുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സൈലേജ്, പുല്ല്, വൈക്കോല്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യത്തിനുണ്ടാകണം. ഏതാണ്ട് ഒരു കൊല്ലത്തേക്കെങ്കിലുമുള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടാകണം. അല്ലെങ്കിൽ അത് കൃത്യമായി കിട്ടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ സുഹൃത്ത് പഞ്ചാബിലുള്ള ഒരു നരേന്ദ്ര സിംഗ് സാറിൻ്റെ കാര്യം ഞാൻ ഇതിനു മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ വർഷവും മെയ് മാസത്തിൽ 15,000 ടൺ സൈലേജാണ് അദ്ദേഹം ഇടുന്നത്. മെയ് മാസത്തിലാണ് ഈ സൈലേജ് ഏറ്റവും കുറച്ച് വിലയ്ക്ക് അവർ കിട്ടുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തെ അദ്ദേഹത്തിന് ഏതാണ്ട് 960 പശുക്കളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു 15,000 ടൺ സൈലേജ് അദ്ദേഹം ഉണ്ടാക്കിയിടും. അപ്പോൾ നമ്മൾ എവിടുന്നാണ്, ഈ പുല്ലാണെങ്കിൽ 360 ദിവസം കിട്ടാനുള്ള സാധ്യത എവിടുന്നാണ് ഇത് മനസ്സിലാക്കുക. നമ്മൾ തന്നെ ഒരു പൊതുവിൽ പറയുന്ന കണക്ക് 10 പശുവിന് 1 ഏക്കർ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കൊരു പുല്ല് കിട്ടാനുള്ള മാർഗ്ഗം, എവിടുന്നേലും വാങ്ങിക്കാനാണെങ്കിൽ കിട്ടാനുള്ള മാർഗ്ഗം, നിരന്തരമായി കിട്ടാനുള്ള മാർഗ്ഗമുണ്ടോ എന്ന് നമ്മൾ ആരാഞ്ഞേ പറ്റുള്ളൂ. പിന്നെ സൈലേജും വൈക്കോലും. ഈ പിണ്ണാക്കുകൾ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വിലയിൽ ഏറ്റക്കുറവുകളുണ്ടാകുമെങ്കിലും അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല. അടുത്തത്, സ്റ്റാർട്ട് വിത്ത് ഹേഫേഴ്സ്. കിടാരികളിൽ തുടങ്ങുക, ഒരിക്കലും പശുവിൽ തുടങ്ങരുത്. കാരണം പശുവിൽ തുടങ്ങുകയാണെങ്കിൽ ഉടനടി തന്നെ നമുക്ക് കറവ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായി വരും. അപ്പോൾ പശുവിൽ തുടങ്ങരുത് എന്നാണ് ഞാൻ പൊതുവിൽ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം, കർഷക സുഹൃത്തുക്കൾക്ക് പറയുന്നത്. പശുവിൽ തുടങ്ങരുത്, കിടാരിൽ തുടങ്ങുക. അപ്പോൾ പശുവിൻ്റെ ഒരു ഫുൾ ലൈഫ് സൈക്കിൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആദ്യ ദിനങ്ങളിൽ കറവയുടെ സമ്മർദ്ദം നമുക്ക് ഉണ്ടാകില്ല. നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്നത്, പശുവിൻ്റെ ഫാം തുടങ്ങാൻ പോകുന്നു, ഒരു വലിയൊരു ഷെഡ് ചെയ്യും, മറ്റു കാര്യങ്ങളൊന്നും ഓർക്കില്ല, നേരെ തമിഴ്നാട്ടിൽ ചിന്താമണിയിലോ കൃഷ്ണഗിരിയിലോ പോവും. ഒന്നുകിൽ കറവയുള്ള, അല്ലെങ്കിൽ ഒരു പ്രസവം ഉടനെ നടക്കാൻ പോകുന്ന കിടാരികളെയോ പശുക്കളെയോ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ വരുമ്പോൾ ഈ പശുക്കൾക്ക് അസുഖമുണ്ടാകുകയും നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരികയും ചെയ്യും. യാത്രയുടെ സ്ട്രെസ്സ്, പരിചരണത്തിൻ്റെ വ്യത്യാസത്തിലുള്ള സ്ട്രെസ്സ്, ആഹാരത്തിലുള്ള സ്ട്രെസ്സ്, പിന്നെ ക്ലൈമറ്റ്, നമ്മുടെ കാലാവസ്ഥയിലുള്ള സ്ട്രെസ്സ്, പ്രസവിക്കുകയാണെങ്കിൽ പ്രസവത്തിൻ്റെ സ്ട്രെസ്സ്,
കറവയിൽ വരുമ്പോൾ ഹൈ ലാക്ടേഷൻ, വലിയ പാല് തരുന്ന പശുക്കളാണെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സ്, ഈ 6 തരം സ്ട്രെസ്സ് വരുമ്പോൾ അവിടെ നിശബ്ദമായിരിക്കുന്ന അസുഖങ്ങൾ ഇവിടെ പൊട്ടിപ്പുറപ്പെടും. തൈലേറിയ ഇതുപോലുള്ള അനപ്ലാസ്മ ഇതുപോലുള്ള അസുഖങ്ങൾ വരികയും നമുക്ക് മെഡിക്കേഷനിലേക്ക് പോകേണ്ടി വരികയും ആ കറവ നഷ്ടപ്പെടുകയും ആ പശുവിനെ ചെന പിടിക്കാതെ വരികയും ചിലപ്പോൾ പശുവിനെ നഷ്ടപ്പെട്ടു പോവുക വരെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും പശുവിൽ തുടങ്ങരുത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് കിടാരിയിൽ തുടങ്ങുക. അത് തന്നെ ഒരു കുത്തിവെക്കാറായ ഒരു 12 മാസം ഉള്ള കിടാരിയെ കൊണ്ടുവരിക. ഇവിടെ വന്ന് അതിനാവശ്യമുള്ള വാക്സിനേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. ബ്രൂസല്ല വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാം. FMD വാക്സിൻ ഞങ്ങളുടെ വർഷത്തിൽ 3 തവണയാണ് ചെയ്യുന്നത്, 4 മാസം കൂടുമ്പോൾ. അപ്പോൾ FMD വാക്സിൻ എടുക്കാം. പിന്നെ HSBQ വാക്സിൻ എടുക്കാം. ഇത്തരം വാക്സിൻസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ആ പശു ഏതാണ്ട് സേഫായി. തൈലേറിയയുടെ വാക്സിൻ എടുക്കാം. ആ പശു ഏതാണ്ട് സേഫായി. ഒരു 4 മാസം നമ്മളുടെ ആഹാരം നല്ലതുപോലെ കൊടുക്കുക. ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്, പശുവിൻ്റെ മുമ്പിൽ 24 മണിക്കൂറും ഫീഡ് അവൈലബിളായി ഉണ്ടാകണം. അങ്ങനെ നമ്മൾ അത്രയും ഫീഡ് സുരക്ഷയോടെ നല്ല ആഹാരം കൊടുക്കുകയാണെങ്കിൽ, നല്ല പിണ്ണാക്കുകൾ നമ്മൾ തന്നെ ഹേഫർ പിണ്ണാക്കുകൾ, ഗ്രോവർ പിണ്ണാക്കുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു 15 മാസം 16 മാസം ഒരു 17 മാസമൊക്കെ ആകുമ്പോൾ, പുറത്തുനിന്ന് വരുന്ന പശുക്കളാണെങ്കിൽ തന്നെ 17 മാസമൊക്കെ ആകുമ്പോൾ ആ പശുവിനെ കുത്തിവയ്ക്കാറാകും. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി സെക്സ് സോർട്ടഡ് സെമൻ കുത്തിവയ്ക്കുക. 1 കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ ഫാമിൽ ഈ 10ഉം ഒരു 10 പെൺകുട്ടികൾ കൂടെ, ഏതാണ്ട് എല്ലാം പെൺകുട്ടികളായിരിക്കും, 10 പെൺകുട്ടികൾ 20 കുട്ടികളുണ്ടാകും. ഈ കുട്ടികൾ നമ്മൾ കൊണ്ടുവന്ന പശുക്കളേക്കാൾ അല്ലെങ്കിൽ കിടാരികളേക്കാൾ മികച്ച പശുക്കളാകും. അപ്പോൾ അങ്ങനെയാണ് ക്രമമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നീട് ഇത് പശുവിനെ വാങ്ങിക്കുമ്പോഴുള്ള ബുദ്ധിമോശം എന്താണെന്നുള്ള ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഇരിക്കട്ടെ. ഈ 10 ലക്ഷം കൊടുത്ത് നമ്മളൊരു കാറ് വാങ്ങിക്കുന്നു, ഒരു വീട് വയ്ക്കുന്നു. ഈ കാറ് എന്ന് പറയുന്നത് വില ദിനം പ്രതി കുറഞ്ഞു പോകുന്ന ഒരു ആസ്തിയാണ്, ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. കാറ് നമ്മൾ 10 ലക്ഷം രൂപ കാറ് വാങ്ങിച്ച് നാളെ വിറ്റാൽ പോലും ആരും നമുക്ക് 10 ലക്ഷം തരില്ല. 8 ലക്ഷമോ 7 ലക്ഷമോ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് കാരണം സെക്കൻഡ് ഹാൻഡായി. എന്നാൽ ഈ 10 ലക്ഷത്തിൽ നമ്മളൊരു വീടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിലോ വീടിൻ്റെ വില ഉയരുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കിടാരിയെ ഒരു വീടിനോടും ഒരു പശുവിനെ ഒരു വാഹനത്തോടും ഉപമിക്കുന്നു. നിങ്ങൾ കിടാരിയെ വളർത്തി തുടങ്ങി കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും കിടാരികളെ വിട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വില കിട്ടും, തീർച്ചയായും കിട്ടും. നല്ല കിടാരികളെ കിട്ടാനില്ല, നല്ല പോലെ വളർത്തിക്കൊണ്ടുവന്ന കിടാരികളെ നിങ്ങൾക്ക് നല്ല വില കിട്ടും. എന്നാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഒരു 10 ലക്ഷം രൂപയ്ക്ക് 10 പശുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പശുവിനെ നാളെ തന്നെ അടുത്ത ദിവസം വിറ്റാൽ പോലും നിങ്ങൾക്ക് വില കിട്ടില്ല. നിങ്ങൾക്ക് കച്ചവടക്കാർ വന്ന് വില വളരെ മോശമായി പറയും, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ ഹൃദയം തകർന്നു പോകും, പണവും നഷ്ടപ്പെടും. അതുകൊണ്ട് കിടാരിയിൽ തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഇതിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്? ഇതിൻ്റെ പ്രസവത്തിന് നമുക്ക് 1 വർഷത്തോളം സമയം, അല്ലെങ്കിൽ 1.5 കൊല്ലത്തോളം 5 മാസം ഇവിടെ വളർത്തുന്നു, പിന്നീട് ഒരു 9 മാസം, അത്രയും സമയം നമുക്ക് ലഭിക്കുന്നു. നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ മാർക്കറ്റ് കാര്യങ്ങൾ എവിടെ, ഇതൊക്കെ നമുക്ക് പഠിക്കാം. അതിനിടയ്ക്ക് മതി നമുക്ക് മിൽക്കി മെഷീനും കാര്യങ്ങളും. ഇങ്ങനെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാം കിടാരികളിൽ തുടങ്ങുകയാണെങ്കിൽ. കിടാരികളെ വളർത്തി പഠിച്ചതിന് ശേഷം പശുക്കളെ വളർത്തിയാൽ മതിയാകും. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരു തുടക്കക്കാരൻ എപ്പോഴും ചെയ്യേണ്ടത് റെക്കോർഡ് കീപ്പിംഗ്. ഏതൊക്കെ റെക്കോർഡുകളാണ് കീപ്പ് ചെയ്യേണ്ടത്? ഒരു പശുവിനെ നമ്മുടെ ഫാമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫാമിൽ പശുവിൻ്റെ ഏജ് എത്ര വയസ്സാണ്? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഊഹക്കണക്കൊക്കെ കിട്ടുള്ളൂ. എങ്കിലും അത് ഒരു ഊഹക്കണക്ക് വെച്ച് തന്നെ ഒരു റെക്കോർഡ് എഴുതി വയ്ക്കുക. അതിൻ്റെ ബ്രീഡ്, അതിനെ കൊണ്ടുവന്ന ദിവസം, ഏതൊക്കെ വാക്സിനേഷൻസ് എടുത്തു, ഇതെല്ലാം വയ്ക്കുക. FMD ആണെങ്കിൽ വർഷത്തിൽ ഞങ്ങളിവിടെ 3 തവണയാണ്, പൊതുവിൽ കേരളത്തിൽ വർഷത്തിൽ 2 തവണയാണ്. ഞാൻ 3 തവണ വാക്സിനേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും FMD നമ്മുടെ ഫാമിൽ നിന്ന് ഒഴിവാക്കാം. FMD വാക്സിൻ എന്നൊക്കെയാണ് കൊടുത്തത്, അടുത്ത എന്നാണ് ഡ്യൂ, ഇതിൻ്റെ എല്ലാം റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഒരു പശുക്കുട്ടി ജനിച്ചാൽ അതിൻ്റെ ബർത്ത് വെയ്റ്റ്, അത് കൊളസ്ട്രം എത്ര കുടിച്ചു എന്ന റെക്കോർഡ്, അതിൻ്റെ അമ്മയുടെയും അതിൻ്റെ ബുൾ സെമൻ്റെയും റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതിന് വാക്സിനേഷൻ ഷെഡ്യൂൾ ഏതൊക്കെയാണ് എടുത്തത്, അടുത്ത എന്നാണ് എടുക്കേണ്ടത്, ഇതെല്ലാം കീപ്പ് ചെയ്യുക. അതിൻ്റെ ഡിഹോൺ ചെയ്തതെന്നാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ റെക്കോർഡുകളും നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം, നമ്മൾ ഫുൾ റെക്കോർഡുള്ള ഒരു പശുക്കുട്ടിയാണ് നമ്മളുടെ ഫാമിൽ വളരുന്നത്. ഇതിൽ എത്രത്തോളം പാൽ ലഭിക്കുമെന്ന് നമുക്ക് തീർച്ചയായും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും.
അതങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്, സംശയം വേണ്ട. ഇനി നാളെ ഒരു പശുക്കിടാരിയെ നമ്മുടെ ഫാമിൽ നിന്ന് കിടാവിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല വിലയും നമുക്ക് ലഭിക്കും. കാരണം നമ്മുടെ കയ്യിൽ റെക്കോർഡുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാന പ്രശ്നമെന്നത് നമുക്ക് റെക്കോർഡ് കീപ്പിംഗ് ഇല്ല എന്നുള്ളതാണ്. ഒരു കൗ ഹിസ്റ്ററി, നമ്മൾ മാർക്കറ്റിൽ പോയൊരു പശുവിനെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഏതാണ്ട് ഊഹക്കണക്കിന് ഒരു ലക്ഷണം നോക്കി വാങ്ങിക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഇത്തരം റെക്കോർഡുകൾ കീപ്പ് ചെയ്ത പശുക്കുട്ടികൾ പശുവാകുമ്പോൾ, പ്രസവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാല് തന്നെ തരും. പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ റെക്കോർഡ് കീപ്പിംഗ് ആണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാല് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സൊസൈറ്റിക്ക് വിൽക്കാൻ പോവുകയാണോ, ബൾക്കായിട്ട് വിൽക്കാൻ പോവുകയാണോ, അതോ നമ്മൾ നേരിട്ട് വിൽക്കാൻ പോവുകയാണോ, അതോ ഇതിൻ്റെ ഒരു സമ്മിശ്രമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ശുദ്ധമായൊരു പാലാണ് നമ്മൾ വിൽക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന പാല് ഈ പറയുന്ന കമ്പനികൾ വിൽക്കുന്ന പാല് പോലെയല്ല. അതിശുദ്ധമായ അകിടിൻ്റെ പരിശുദ്ധിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മികച്ച വില സമൂഹം നമുക്ക് നൽകും. അതാണ് എൻ്റെ അനുഭവം. നമ്മൾ പ്രോസസ്ഡ് മിൽക്കല്ല കൊടുക്കുന്നത്, പാലിൽ നിന്നുള്ള ക്രീമും ഒന്നും എടുത്തിട്ടുള്ള മിൽക്കല്ല കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെടാം, സമൂഹം അത് നൽകുമെന്നാണ് എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണ് പാല് വിൽക്കാൻ പോകുന്നത്, പ്രോഡക്റ്റിലേക്ക് കടക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. പിന്നീട് അടുത്തത് ചില ബെഞ്ച് മാർക്കുകൾ കീപ്പ് ചെയ്യണം. ഈ ബെഞ്ച് മാർക്കിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ദയവായി കാണാൻ എൻ്റെ സുഹൃത്തുക്കൾ ശ്രമിക്കുക. നമ്മളുടെ ഫാമിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന പശുക്കൾക്കുള്ള ചില ബെഞ്ച് മാർക്കുകൾ, ഒരു മിനിമം ഒരു പശു നമുക്ക് പ്രസവിക്കുമ്പോൾ ഫസ്റ്റ് ലാക്ടേഷനിൽ ഇത്ര പാല് നൽകിയിരിക്കണം, ഒരു ബെഞ്ച് മാർക്കാണ്. അത് തന്നെ ഇത്ര ദിവസങ്ങളിൽ ചനപിടിച്ചിരിക്കണം. ഇത്തരം ബെഞ്ച് മാർക്കുകളെക്കുറിച്ച് നമ്മൾ നല്ല ധാരണ ഉണ്ടാക്കുകയും അത് തന്നെ കീപ്പ് ചെയ്യും വേണം. പിന്നീട് പണം വരുന്ന വഴികളെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാല് ഒരു വഴി. പാല് നല്ല വില തീർച്ചയായും നല്ല പാലിന് കിട്ടും. അത് മാർക്കറ്റ് ചെയ്യാൻ, ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ മതി. ഞാനൊരു പക്ഷേ ടൗണിലാണ് പാല് വിൽക്കുന്നത്. എൻ്റെ ഫാം ഒരു കൊല്ലം ടൗണിൽ നിന്നൊരു 20-25 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ടൗണിലാണ് ഞാൻ വിൽക്കുന്നത്. ഞാൻ ബ്രാൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. ബ്രാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ബ്രാൻഡ് ആൾക്കാർ തിരിച്ചറിയും, ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടാകും. ഒരു പ്ലെയിൻ കവർ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരിക്കലും സമൂഹം തിരിച്ചറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു ബ്രാൻഡ് വിസിബിലിറ്റിക്ക് ശ്രമിക്കുക. പിന്നെ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും പാലിന് ഒരു 65 രൂപയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പ്രോഡക്റ്റിന് വലിയ മൂല്യവില വർധന നമുക്ക് ലഭിക്കും. പിന്നീട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഫാമിൽ നല്ല കിടാരികളെ കൊടുക്കാനുണ്ടെങ്കിൽ, കുട്ടികളെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്കൊരു വിലയാണ്. ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കർഷകൻ എപ്പോഴും അയാളുടെ ഫാമിൽ നിന്നൊരു 20% പശുക്കളെ പല കാരണം കൊണ്ട് ഒഴിവാക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 20-30% വരെ. അതിനുള്ള റീപ്ലേസ്മെൻറ്റ് സ്റ്റോക്ക് നമ്മളുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന പശുക്കൾ നമുക്കൊരു ആദായമാണ്. കാരണം നമ്മളുടെ ഫാമിൽ പശു 30%, 20% ഒഴിവാക്കുമ്പോൾ നമ്മൾ വീണ്ടും കൃഷ്ണഗിരിയിലേക്കോ ചിന്താമണിയിലേക്കോ വണ്ടി പിടിക്കുന്നില്ല പുതിയ പശുവിനെ വാങ്ങിക്കാൻ. നമുക്ക് തന്നെ അത്തരം പശുക്കളെ നമ്മുടെ ഫാമിൽ അതിനേക്കാൾ മികച്ച കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ബ്രീഡിങ്ങിലൂടെയും നല്ല ഫീഡിങ്ങിലൂടെയും കഴിയും. അപ്പോൾ പിന്നെ ചാണകം ഒരു നല്ല സോഴ്സാണ്, പണം ലഭിക്കാനുള്ള സോഴ്സാണ്. ഞങ്ങളിവിടെ ചാണകം, പച്ച ചാണകം അതുപോലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാണകം ഉണക്കി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു വരുമാന സ്രോതസ്സാണ്. അതിനൊക്കെ ചില നഴ്സറികളുമൊക്കെ സ്ഥിരമായി ഞങ്ങളുടെ ഇന്ന് ചാണകം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമാന മാർഗ്ഗങ്ങൾ തന്നെയാണ്. ഇനി നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്നൊരു കാര്യമാണ്. അതൊരു സുപ്രധാനമായ കാര്യമാണ്. എന്താണ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഞാനൊരു വിശദമായ വീഡിയോ ചെയ്യാം. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ 2021-23 കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ പശുവിനെ വളർത്തി തുടങ്ങിയപ്പോൾ ഒരാൾ വന്ന് കറന്നു തരുമായിരുന്നു. അപ്പോൾ ഒരു കൈക്കറവയാണ്. അത് അത്ര ഹൈജീനിക് ആയിരുന്നു, വൃത്തിയോടെയുള്ള കാര്യമാണെന്ന് ഇപ്പോൾ നമ്മൾ
പാല് ഉത്പാദിപ്പിക്കുന്ന രീതിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എനിക്ക് പറയാനാകില്ല. അപ്പോൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്നൊരു സംഭവം, പശുവിൻ്റെ പാല് എന്ന് പറയുന്നത് അതിൻ്റെ പരിശുദ്ധി, അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ല, അതിൽ ബാക്ടീരിയൽ ലോഡ്, എത്രത്തോളം ബാക്ടീരിയ ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ ഇപ്പോഴേ ഈ സ്റ്റാൻഡേർഡുകളുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വരും. ആദ്യം വരാൻ പോകുന്നത് മിക്കവാറും കേരളത്തിലായിരിക്കും. അതും സംശയമില്ല. കാരണം ഏത് കാര്യം എടുത്തു നോക്കൂ, കേരളത്തിലാണ് എല്ലാത്തിൻ്റെയും നിലവാരം ഏറ്റവും കൂടുതൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ് പരിശോധനകൾക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയേ പറ്റൂ. ശുദ്ധമായ പാൽ ഉത്പാദിപ്പിക്കുക, അത് ശുദ്ധമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാനും കഴിയുക. അപ്പോൾ സമൂഹം നമുക്ക് നല്ല വില നൽകിയേക്കും. ഇത്തരം പോയിൻറ്റുകളാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ളത്. ആരും ഈ മേഖലയിലേക്ക് എടുത്തു ചാടരുത്. ആദ്യം ഞാൻ സൂചിപ്പിച്ച കാര്യം, അറിവാണ് ആദ്യം ഫാമിലേക്ക് കൊണ്ടുവരേണ്ടത്. 2, ഇതിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ചില പരാജയങ്ങളുമൊക്കെ നമ്മളെ എത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു, ഇതാണ് നമ്മുടെ ടെമ്പറമെൻ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുമൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ശ്രദ്ധയോടെ നിക്ഷേപിച്ചാൽ ഇറങ്ങിത്തിരിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ഡയറി ഫാം. അത് ഞാൻ ഉറപ്പ് നൽകുന്നു. പക്ഷേ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല. അതുകൊണ്ട് ആദ്യം ടെമ്പറമെൻറ്റ് ടെസ്റ്റ് ചെയ്യുക. 2, എത്ര നാളെടുത്തായാലും പൂർണ്ണ വിവരം ഫാമിനെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഞാനൊരു 10 ദിവസം എന്ന് പറഞ്ഞു ആദ്യം ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ. 10 ദിവസം ചിലപ്പോൾ പോരായിരിക്കാം. അങ്ങനെയെങ്കിൽ 1 മാസത്തോളം പൂർണ്ണ സന്നദ്ധതയോടെ ഒരു ഫാമിൽ പോയി പ്രവർത്തിക്കൂ. അതിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് എന്തെന്ന് മനസ്സിലാക്കൂ, പ്രൊഡക്ഷൻ എന്തെന്ന് മനസ്സിലാക്കൂ, ചലഞ്ചുകൾ എന്തെന്ന് മനസ്സിലാക്കൂ, പശുക്കൾക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കൂ, അതുപോലെ വാക്സിനേഷൻ എന്തൊക്കെയെന്ന് മനസ്സിലാക്കൂ, എപ്പോഴാണ് പശുക്കളെ ഹീറ്റ് എന്തെന്ന് പശുക്കൾ ഹീറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിലാക്കൂ, പശുക്കളുടെ ഫീഡിങ് രീതികൾ മനസ്സിലാക്കൂ. ഇതെല്ലാം സമ്പൂർണ്ണമായ അറിവ് നേടിയതിന് ശേഷം മാത്രം ഈ മേഖലയിൽ ഇറങ്ങിത്തിരിച്ചാൽ മതി. അതാണ് എൻ്റെ എളിയ അഭിപ്രായം. നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.